നമസ്കാരം പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഒരു ചാറ്റ് കണ്ടോ? അത് രേണു സുധിക്കെതിരെ നമ്മുടെ ഷെഫീന ബീബി എന്ന് പറയുന്ന വ്ളോഗർ പുറത്ത് വിട്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഷെഫീന ബീബി. ഈ ഷെഫീന ബീബിക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? രേണു സുധി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന യുദ്ധം തന്നെ എന്ന് പറയും സോഷ്യൽ മീഡിയയിലൂടെ. അപ്പം ഏതൊരു വീഡിയോ വന്നാലും അതിന് മറുപടി ആര് കൊടുക്കും? ഈ ഷെഫീന ബീബിക്ക് രേണു സുധി കൊടുക്കും, രേണു സുധിക്ക് ഷെഫീന ബീബിയും തിരിച്ച് മറുപടി കൊടുക്കും. അതിങ്ങനെ ഒത്തിരി കാലം കൊണ്ടേ തുടർന്ന് വരുന്ന ഒരു സംഭവമാണ്. സ്റ്റിൽ ഈ ഒരു വിഷയത്തോടു കൂടി, ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി വിട്ടതോടുകൂടി അവർ അതിൽ നിന്നും പിന്മാറുകയാണ് എന്നാണ് ഈ ഷെഫീന ബീബി പറയുന്നത്. നമുക്ക് അവരുടെ വീഡിയോയുടെ കുറച്ചൊരു പോർഷൻ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചാറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത് എന്ന് പറയുന്നത് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയോട് അത് മാനേജറുമായിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ രേണു പറയുന്ന തരത്തിലാണ്. ആ പേജ് കണ്ടിട്ട് രേണുവിൻ്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിനകത്ത് ക്ലാരിറ്റി തരേണ്ടത് രേണു സുധിയാണ്. നമ്മൾ അത് പറയുന്നില്ല, രേണു ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി അത്തരത്തിലാണല്ലോ, മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എന്തൊക്കെയായാലും അതിനകത്തൊരു ക്ലാരിറ്റി രേണു സുധി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഒക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് തരിക. ചെറിയൊരു ചാനലാണ്, ഒന്ന് മുമ്പോട്ട് വരാൻ നിങ്ങളൊന്ന് സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്ക് എന്തുകൊണ്ടാണ് ഡൗൺ ആക്കിയെന്ന് അയ്യോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാ ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് ഡൗൺ ആക്കിയില്ലെങ്കിൽ അതിൽ കൂടെ നടന്ന ചാറ്റ് ഹിസ്റ്ററി എടുത്തിട്ട് ആളുകൾ പബ്ലിഷ് ചെയ്യും. ഇപ്പോ പേര് മാറ്റപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി ചാറ്റ് ഹിസ്റ്ററി എടുത്താൽ അത് അനു എന്ന് പറയുന്ന സ്ത്രീയുടെ ചാറ്റായിട്ട് മാറും. ഇവളുടെ ചാറ്റെന്ന് മാറും. ഇവളുടെ ചാറ്റിൽ നിന്നുള്ള ആ മുഖം അങ്ങ് മാറും. പുള്ളിക്കാരത്തിയുടെ ഐഡിയ. പക്ഷെ ഗൊത്തിയില്ല. ഇതിൽ പ്രശ്നം വന്നത് എന്താണെന്നറിയാമോ? മെജോറിറ്റി ചാറ്റിങ്ങും ഒക്കെ നടന്നിരിക്കുന്നത് ഇൻസ്റ്റൂയില. നീ ഇൻസ്റ്റു മാറ്റാൻ നോക്കി, ഇൻസ്റ്റൂടെ പേര് മാറ്റി നോക്കി, വീണ്ടും മാറ്റി നോക്കി, വീണ്ടും കളിച്ചു നോക്കി, പല കോലവും നീ കാണിച്ച് നോക്കി, നടന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി ഞാനിത് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചതാണ്. എന്നാലും ഇരിക്കട്ടെ, തൽക്കാലം ഞാൻ പറഞ്ഞില്ല, എൻഡിങ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ മേളിൽ എന്നെ തല്ലാനും കൊല്ലാനുമായിട്ട് വന്ന് കയറരുത്. എന്റെ കയ്യിലുള്ള എവിഡൻസ് ആണ് വെച്ചത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിഡൻസ് എവിടെ? എവിഡൻസ് എവിടെ? ഇവിടെ നിൽക്കറില്ലാതാണെന്നോ എവിഡൻസ് വേണോ? സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓ, സബ്സ്ക്രൈബ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് എന്നേ പറയുന്നുള്ളൂ. ഈ സാധനം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ തുണിയില്ലാത്ത സാധനങ്ങൾ അവൾ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെ അവർ ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ തുറന്ന് അതിനകത്ത് കൂടെ ഇടുന്ന സാധനം നീയൊക്കെ എടുത്ത് പുറത്തുനിന്ന് എന്തിനാടാ എന്ന് ചോദിച്ചത് കേട്ടില്ലേ? അപ്പം നിങ്ങൾ അത് ചെയ്തിട്ട് അവിടെ പോയി കാണുക. ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ചില സ്ത്രീകളെ തിരുത്താൻ പറ്റത്തില്ല. ഞാൻ വെച്ചൊഴിയുന്നു. അയ്യോ ഞാൻ ചൊല്ലിട്ട് ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചു. നമ്മൾ വ്യക്തിത്വവും അഭിമാനബോധവും പറഞ്ഞു കൊടുക്കേണ്ടത് ആ ബോധമുള്ള സ്ത്രീകളെയാണ്. അഥവാ തെറ്റിലേക്ക് പോയി ചാടിയാലും ചില സമയത്ത് നമ്മളുടെ സംഭാഷണം കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്, ഇങ്ങനെ എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡെറ്റോൾ ഒഴിച്ച് കുളിച്ച് കഴുകി കയറുന്ന പെണ്ണുങ്ങളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ, നിനക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞോ, എനിക്കൊരു പിണ്ണാക്കുമില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തിരുത്താൻ ഒക്കത്തില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് വീട്, അത്യാവശ്യം ചുറ്റുവട്ടം, സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാലുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് ഒരാൾ പശുവിനെ വാങ്ങിച്ചു വളർത്തും. അങ്ങനെയും ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. കാടി മൂടി കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്ന് പഴമക്കാർ പറയത്തില്ലേ? അതുപോലെ ഞാനൊക്കെ അങ്ങനെയൊക്കെ ഒരു മാനസിക നിലവാരമുള്ള ആളാണ് കേട്ടോ. എൻ്റെ ചിന്താധാരകളൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ വെറൈറ്റി പീസാണ്. അതുകൊണ്ട് ഇതിനകത്തേക്കൊന്നും ഞാൻ വരാൻ തയ്യാറല്ല. പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനും എൻ്റെ ചരിത്രങ്ങളും എനിക്ക് അവൻ്റെ കൂടെ ബന്ധമുണ്ട്, ഇവൻ്റെ കൂടെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നവരവർക്ക് അവിടെ ഞാൻ സിംഗിളോടെ എനിക്കിങ്ങനെ ബന്ധപ്പെട്ടൂടെ, എനിക്ക് മിങ്കിളായിക്കൂടെ? ഞാൻ റെഡി ടു മിങ്കിൾ അല്ലേ? ഞാൻ എന്തായാലും സസറപ്പിച്ചൊന്നും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുണിയും കീറി കാണിച്ചിരുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തെളിവുകളില്ലാതെ ഞാൻ സംസാരിക്കത്തില്ല. എന്നെ എന്തായാലും പോലീസ് വിളിക്കും, ഉറപ്പല്ലേ? ഒരു വിഷയത്തിൽ ഇറങ്ങിയ പോലീസ് അപ്പം എന്നെ വിളിക്കും. അപ്പൊ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സാധനം ഞാൻ ചേർത്ത് വയ്ക്കത്തില്ലയോ? അതിൽ ഏകദേശം 1-2 ഈ വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK-ലാണ്, നാട്ടിലെത്തുമ്പോൾ കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. ആരാ ഇപ്പൊ കരിസ്മ? മാനേജരാ. അപ്പോ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ഇനി ഇതിന് പകരമായിട്ട് രണ്ടുപേരുടെ സ്വർണവും ഇട്ട് കിരീടവും വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ? ചിന്നക്കടവടി ചെയ്യല്ലേ? ഞാൻ ഇതിന്റെ ഫുൾ വേർഷൻ കൊണ്ടിടും. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേർഷൻ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിടും. റേറ്റ് എത്രയാണെന്നുള്ളതും കൂടെ ഞാൻ പബ്ലിക് ആക്കും. അപ്പൊ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്നാണ് റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്നൊന്ന് ഒഴിവാകാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ഞാൻ ഇല്ല ഇതിനകത്ത്, എന്നെ ഒന്ന് ഒഴിവാക്കും. അതിന് വേണ്ടിയിട്ടാണ്. തെളിവിനായിട്ട് തെളിവുള്ളവരെന്താ കേസ് കൊടുക്കാത്ത, എന്താ കേസ് പിടിക്കാത്ത, എന്താ കൊടുക്കാത്ത എന്ന് ചോദിക്കുന്നവരോടാണ്. നിങ്ങൾ എത്രയോ കാലങ്ങളായി വാർത്തകൾ കേൾക്കുന്നവരാണ്. ഒരു ന്യൂസ് പേപ്പർ വന്നാൽ അതിന്റെ മെയിൻ പേജിൽ തന്നെ ഒരു 7 വാർത്തകൾ തന്നെ കാണും ഇത്തരം ക്രിമിനൽ നടപടികൾക്കെതിരെ. ഇവിടെ പോലീസ് സ്റ്റേഷനിലായിട്ടാണോ? ഇവിടെ നിയമം എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ? ഇത് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നല്ല രീതിയിൽ മറ വെക്കുന്നത് പോലീസുകാരും കൂടെ തന്നെയാണ്. ഇവരുടെ കൈ അതിനകത്തുണ്ട്. എന്താ കേസ് കൊടുക്കാത്തത്?
എടോ എന്റെ ആദ്യത്തെ പരിപാടി കേസ് കൊടുക്കുക, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ കൗണ്ടർ അപ്പുറത്തുനിന്ന് വരാവുള്ളൂ, അല്ലാതെ അവർ കൊടുത്തിട്ട് കൗണ്ടർ അടിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ആദ്യം കൊടുക്കും, എന്നിട്ട് അവർ അവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ് ഇത് കൗണ്ടർ കേസ് ആണെന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റുന്നു. സിമ്പിൾ പരിപാടി, ഞാൻ ആദ്യം കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പല രീതിയിൽ പല അവഹേളനങ്ങൾ എന്നെ പറ്റി പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, തൂക്കി അകത്തിടാവുന്ന എത്ര വകുപ്പുകളുണ്ട്. കൃത്യമായ സാധനം കൊടുത്തിട്ട് പോലീസ് കേസെടുക്കാതെ മാറ്റിയിരിക്കുന്ന കരീഷ്മയുടെ കോൺടാക്ട് ഉപയോഗിച്ചാണെന്ന് മിജി എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആരാ ഇപ്പൊ മിജി എന്നല്ലേ? കരീഷ്മയുടെ ഇപ്പൊ കൂടെ ഇരിക്കുന്ന ഷമീർ എന്ന് പറയുന്നവന്റെ യഥാർത്ഥ ഭാര്യയാണ് മിജി. ആ കുട്ടിയാണ് എന്റെ അടുത്ത് തോന്നുന്നത്. ഉടനെ കരീഷ്മ എനിക്ക് കുറെ അധികം വീഡിയോസ് അയച്ചു, ഐ മീൻസ് വോയിസ് അയച്ചു തന്നു. മിജി ആരുമായിട്ടൊക്കെ എന്തൊക്കെയോ ചാറ്റ് ചെയ്യുന്ന സംസാരങ്ങളാണ്. അല്ലടേ ഇപ്പൊ മിജി പിന്നെ സിംഗിൾ അല്ലേ, സിംഗിളിന് മിംഗിൾ ആവണ്ടേ, നിനക്ക് മാത്രം മതിയോ? കരീഷ്മയുടെ ആദ്യത്തെ ഭർത്താവ് ഹാഷിമാണ്. പുള്ളിക്കാരനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥയൊന്നും അറിയത്തില്ല. ഞാൻ ഇനി അദ്ദേഹത്തിന് വിളിക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം ഇനി അതിന്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകാൻ തയ്യാറല്ല. എന്തെങ്കിലും ആവട്ടെ, എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. നമ്മുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ വഴിയില്ലെങ്കിൽ നമ്മളതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. തെറ്റാണ് അവൾ ചെയ്യുന്നതെങ്കിൽ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അതിൽ ചിലപ്പോൾ അവൾക്ക് നമ്മളോട് ദേഷ്യം വരാം, കുറേയൊക്കെ നമുക്കതിനെ കുരയ്ക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളതിനെ തുറച്ചു നിന്ന് നോക്കിയാണ് ഒൺസ് ഇൻ എ വൈൽ അവൾക്ക് മനസ്സിലാവും അവൾ ചെയ്ത തെറ്റെന്താണെന്ന്. തിരുത്തണം. നാളത്തേക്ക് നമുക്ക് മുന്നേറി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാളെ ഈടുത്താൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പടക്കൂന്നൊക്കെ അവർ പറഞ്ഞ് അവിടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കാണിച്ചു നോക്കിയാണ്. അവിടെ തീരുവോ പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്? നമ്മളതല്ലാത്തതുകൊണ്ട്. നമ്മളെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റില്ല എങ്കിൽ നമുക്ക് ധൈര്യസമേതം അതിനെ എതിർക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഭാഗത്ത് അത് തെറ്റുണ്ടെന്നും അത് കൃത്യമായി അവരുടെ കയ്യിൽ തെളിവ് കിട്ടിയിട്ടാണ് അവരത് പറയണമെന്നുള്ള ആ തിരിച്ചറിവാണ് ഈ ദേഷ്യവും എരിച്ചലും വപ്രാളും ഒക്കെ വരുന്നത്. വളരെ വാഗ്ധോരണികളോടെ എഴുതി ചേർത്ത കുറേയധികം സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ എഴുതുമ്പോൾ നമ്മൾ തിരിച്ച് 4 വർത്താനം പറയില്ലേ? സ്വാഭാവികമല്ലേ? നമ്മളെ 10 പറയുമ്പോൾ നമ്മൾ തിരിച്ച് 10 പറയത്തില്ലേ? അതിനുടനെ ഷെഫീന തെറിവിളിക്കാരിയാണ്, തെറി താത്താണെന്ന് പറയുന്ന കൂടെ കൊണ്ട് നടക്കുന്നവന്മാരുടെ യോഗ്യത രേഷ്മ പി തങ്കച്ചൻ ഏകദേശം മനസ്സിലായില്ലേ? ഒറ്റ കാര്യമുള്ളൂ ഓൾറെഡി. സുധീയുടെ കാര്യം ഓർക്കപ്പെടാണ്. പിന്നെ അവനത് അർഹിക്കുന്നു. നാട്ടുകാരെ മെടുക്ക വലിപ്പിച്ചവരല്ലേ, അതർഹിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്നാൽ ഞാനൊരു സീരിയൽ ലവറോ ഈ തരത്തിലുള്ള പ്രോഗ്രാംസ് ഒന്നും കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. സ്റ്റിൽ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഷെഫീന ബീബി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഉണ്ട്, കുറേ കാര്യങ്ങൾ അവരുടെ വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇതേപോലെ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് ഈ ഷെഫീന ബീബിയാണ്. അപ്പോൾ അവർ അതിനുള്ള എല്ലാ എവിഡൻസും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് കേസ് വന്നാൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന നിലയ്ക്കാണ് ഈ ഷെഫീന ബീബി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവം ഇപ്പം ഈ ഷെഫീന ബീബി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു ക്ലിയറൻസ് കിട്ടേണ്ടത് രേണുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പം രേണു ചിലപ്പം വാദിക്കായിരിക്കും അത് ക്രിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് AI ആണെന്നൊക്കെ വാദിക്കായിരിക്കും. എന്താണ് മേ ബി നമുക്ക് അറിഞ്ഞുകൂടാ അത് എന്തായിരിക്കും എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു മറുപടി എന്തായാലും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റിൽ പറയട്ടെ, ഞാൻ ഇപ്പോഴും രേണു മോശക്കാരിയാണെന്നോ ഈ ഷെഫീന ബീബി മോശക്കാരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. അത് അവരും അവരുടെ ഫാമിലിയും ഒക്കെ അല്ലേ തീരുമാനിക്കേണ്ടത് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അതിനകത്ത് നമ്മൾ എന്ന് അഭിപ്രായം പറയുക, ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമ്മൾ സംസാരിക്കും എന്നുള്ളതല്ലാതെ അതിനകത്ത് അവരിങ്ങനെ ആവണം, നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും എന്നെ സംബന്ധിച്ചില്ല. ഇപ്പോൾ രേണുവിൻ്റെ ജീവിതവും ഷെഫീന ബീബിയുടെ ജീവിതവും ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായാലും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. അത് വരുമ്പോൾ നമുക്കതെടുത്ത് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അവസാനം വരെ നമ്മളെ കേട്ടതും കണ്ടതുമായി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്